കുറച്ച് നാളുകളായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ടൂൾസാണ് പാലറ്റ് നൈഫ്സ്. അപ്പോൾ അത് ഈ ഇടയ്ക്ക് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 3-ാം തീയതി നമുക്ക് ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് 3-നും വന്നില്ല, 4-നും വന്നില്ല, 5-നും വന്നില്ല. അപ്പോൾ ഈ ഒരു കേക്ക് ഓർഡർ തന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു കേക്കിൽ നൈഫ്സ് വെച്ചിട്ടുള്ള ഡിസൈൻ ചെയ്യണമെന്ന്. എന്തായാലും ഈ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ഡെലിവറി നടന്നിട്ടുമില്ല. അപ്പോൾ പിന്നെ ആഗ്രഹം എന്തായാലും സഫലീകരിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടാണ് ഈ ഒരു കേക്കിൽ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പീച്ച് കളറും യെല്ലോ കളറും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഈ ഒരു സ്പൂണിനെ മേളിലോട്ടൊന്ന് വലിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ക്രീം പറ്റിപ്പിടിക്കും. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഓരോ പെറ്റൽസാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആ റൗണ്ടിന് ചുറ്റും ഓരോ പെറ്റൽസ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്ത് ചെറിയ പെറ്റൽസിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞ് പെറ്റൽസ് ഇല്ലേ, അതും കൂടി നമുക്ക് കൊടുക്കാം. കൊടുത്ത ശേഷം ഈ ഒരു ഡിസൈൻ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ക്രീം സ്റ്റിഫായി തന്നെ നിൽക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ചെറിയ പെറ്റൽസ് കൊടുക്കുന്ന സമയത്ത് ക്രീം അല്പം ഒന്ന് ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെറ്റൽസ് ഒന്നും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഫ്ലവറിൻ്റെ പെറ്റൽസ് എല്ലാം ഞാൻ ഇതുപോലെ വരച്ചെടുത്ത ശേഷം ഒരു ബ്രഷ് എടുത്തിട്ട് ആ ഓരോ പെറ്റൽസിനും കുറച്ച് ആ ബ്രഷ് കൊണ്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെറ്റൽസിൻ്റെ ടെക്സ്ചർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ അതങ്ങ് ചെയ്തിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞ ശേഷം പൂവിൻ്റെ നടുവിലായിട്ട് കുറച്ച് ഡോട്ട്സ് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ആൻഡ് യെല്ലോ ക്രീം വെച്ചിട്ട് കുറച്ച് ഡോട്ട്സ് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൂമ്പൊടി പോലെ ആ നടുവിൽ അങ്ങനെ കിട്ടും. അപ്പോൾ അത്രയും കൂടി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏതാണ്ട് ഒരു ഫ്ലവറിൻ്റെ സാമ്യമൊക്കെ തോന്നുന്നില്ലേ? എനിക്കങ്ങനെയൊക്കെ തോന്നി. എന്ത് പറയാനാണ്, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടാണ് ആ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കറക്റ്റായിരുന്നു. എല്ലാ പ്രാവശ്യവും മീഷോന്ന് ഡെലിവറി ടൈം പറയുന്നതിന് മുന്നേ തന്നെ അവർ കൊണ്ടെത്തിക്കാറാണ് പതിവ്. ഇപ്രാവശ്യം എന്ത് പറ്റിയാണെന്നറിയില്ല. ഇപ്പോൾ ഓർഡർ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നതൊക്കെ. അപ്പോൾ നമുക്ക് കേക്കിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെ ഫ്ലവർ വരച്ചിട്ടുണ്ട്. ശേഷം അതിൻ്റെ സ്റ്റെമ്പും വരച്ച് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പെറ്റൽസ് വരച്ച അതേ രീതിയിൽ തന്നെയാണ് ഗ്രീൻ കളർ എടുത്തിട്ട് ലീഫും വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.